We are called to be people who love Jesus and become more like him. യേശുവിനെ സ്നേഹിക്കുന്നവരും കൂടുതൽ കൂടുതൽ അവനെ പോലായി തീരുന്ന ആൾക്കാരായി തീരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. When God calls us and sets us apart, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നു. that is not a time of moral refinement or making us better people. അത് നമ്മളെ ധാർമ്മികമായിട്ട് കൂടുതൽ ശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു, അങ്ങനെ അല്ലെ കൂടുതൽ മികച്ച ആൾക്കാരാക്കുന്നു, അങ്ങനെയുള്ള ഒരു കാര്യമല്ല. He makes us to be like Jesus. അപ്പോൾ വെറും കുറച്ച് ശുദ്ധിയുള്ള ആൾക്കാരായിട്ട് നടത്തും എന്ന് മാത്രമല്ല, അവൻ നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കും. We are changed because we receive the life of Jesus. നമ്മൾ വ്യത്യസ്തരാകുന്നത് യേശുവിൻ്റെ ജീവൻ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. Not because we somehow become better people. നമ്മളെങ്ങനെയോ കുറച്ച് കുസ്തിയടിച്ച് അല്ലെ ഏതാണ്ടൊക്കെ ചെയ്തിട്ട് നമ്മളങ്ങ് നല്ല ആൾക്കാരാവുമല്ല. We are called to be in Christ. നമ്മളുടെ വിളി യേശുവിൽ ആയിരിക്കുവാനായിട്ടാണ്. We can do nothing. അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. We are called to have him as the center of our lives. നമ്മളുടെ വിളി യേശു നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ആ ഒരു സ്ഥാനത്ത് ആയി തീരുവാൻ വേണ്ടിയാണ്. And so, as Pastor Vinod said, we can confidently say that we are partaking of the holiness of God because it is his work. It is the work of the cross that has become actualized in our lives. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഇങ്ങനെ പറയാൻ പറ്റും, ഈ ക്രൂശിൽ യേശു ചെയ്ത പ്രവൃത്തി അത് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കൊണ്ട് ഈ വിശുദ്ധിയിൽ മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നു. We've been looking at Philippians chapter 3 where Paul says, I want to know him, I want to know Jesus. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് ധ്യാനിക്കുകയാണ്. അതിനകത്ത് പൗലോസ് എഴുതുന്നു, എനിക്ക് ക്രിസ്തുവിനെ അറിയണം. We'll be looking at a few verses in the middle of the chapter today, but before that, let's have a look back and remind ourselves of certain things we saw in the last 2 weeks. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ള ചെറുതായിട്ട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. Paul says, I want to know Jesus. I want to know him and the power of his resurrection, the fellowship of his suffering. പൗലോസ് പറയുന്നത്, എനിക്ക് ക്രിസ്തുവിനെ അറിയണം, അവന്റെ പുനരുദ്ധാന ശക്തി അറിയണം, അവന്റെ അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. Paul also says, I had much to boast about, but all that I could boast about in chapter 3 verse 1 to 6, he says, I count this as rubbish because I have something much more greater I want to take hold of. പൗലോസ് പറയുന്നത്, എനിക്ക് ഗമയടിക്കാനാണെങ്കിൽ പ്രശംസിക്കാനാണെങ്കിൽ ഒത്തിരി പോയിന്റുകൾ പറയാനുണ്ട്, എന്നാൽ അതിനെയൊക്കെ ഞാൻ ഛേദം നേടുന്നു, എനിക്ക് ക്രിസ്തുവിനെ അറിയണമെന്നാണ്. Because I want to press on towards upward call of in Christ Jesus. ക്രിസ്തു യേശുവിന്റെ ആ വിളിയിലേക്ക് അതിലേക്ക് ഞാൻ മുന്നേറാൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടെ പറയുന്നു. It is very possible some of us have not laid things aside and therefore we are being prevented from taking hold of the best. ഒരുപക്ഷേ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഏറ്റവും മികച്ച കാര്യങ്ങൾ നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ലായിരിക്കും. അതിന്റെ കാരണം എന്തായിരിക്കും? നമ്മൾ ചില കാര്യങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറില്ലായിരിക്കും. We hold on to those things which the world counts as precious, and as long as your life is filled with what the world counts as precious, you cannot take hold of that which God counts as precious. ലോകം ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ
ദൈവം നമുക്ക് അമൂല്യമായിട്ടുള്ള ചില കാര്യങ്ങൾ തരുന്നത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. Or you may have laid them aside at some point in your life in the past, but now, as the pressures of the world has come, you have been tempted to once again go back to those things and hold them as precious. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സമയത്ത് നിങ്ങൾ എല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ വന്നവരായിരിക്കാം. പക്ഷേ എങ്കിൽ ഈ ലോകത്തിന്റെ സമ്മർദ്ദങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഈ ലോകം ചില കാര്യത്തിന് പ്രാധാന്യങ്ങൾ കൊടുക്കുന്നു, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ച് പോയെന്നിരിക്കും. But as we saw last week, only when we lay aside some of the things that, when we lay aside the things of the world, we can actually focus on the things of God, the things for which He has taken a hold of us. കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതുപോലെ ഇങ്ങനെ ചില കാര്യങ്ങൾ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കത്തുള്ളൂ. Now, let's come to the passage again, and when I'm coming to the passage, I just want to remind you of the whole whole book of Philippians once again. നമുക്ക് മൂന്നാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. എന്നാൽ മൂന്നാം അധ്യായത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം തന്നെ മൊത്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. You see, in this chapter, Apostle Paul talks about his passion, his desire, his longing to press on and take hold of all that God has taken a hold of him for. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ പറയുന്നു, അദ്ദേഹത്തിന്റെ വാഞ്ചകൾ പറയുന്നു. അദ്ദേഹം ആ ആഗ്രഹങ്ങളും വാഞ്ചകളും ഉള്ളതുകൊണ്ട് അദ്ദേഹം ചില കാര്യത്തെ എത്തിപ്പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. I'm going to ask Sister Anita to read a few verses now. സിസ്റ്റർ അനിത കുറച്ച് വാക്യങ്ങൾ വായിച്ചാട്ടെ. Chapter 1 verse 6, ഒന്നാം അധ്യായം 6-ാം വാക്യം. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുമ്പോട്ട്. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെ. ക്ഷമിക്കണം, അത് ഇംഗ്ലീഷിൽ ആ വേർഡ്സ് എല്ലായിരിക്കും വന്നേക്കുന്നത്. സോ ഞാൻ നോക്കട്ടെ. ഓക്കെ, 10-ാം വാക്യം. നിങ്ങൾ Oh, sorry. In verse 6 is not actually mentioned. Okay, 6 and 7, can you please read? ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. Okay, I am not able to get to that thought that is there in the English version. ഇംഗ്ലീഷിന്റെ പരിഭാഷയിലുള്ള ആ ഒരു ചിന്ത എനിക്ക് മലയാളത്തിന്റെ ഇതിൽ അത് കാണാൻ പറ്റുന്നില്ല. In English, chapter 1 verse 6 says that he who began a good work in you will complete it till in the day of Jesus Christ. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഒരു നല്ല പ്രവൃത്തി തുടങ്ങിയ ആ ദൈവം ആ നല്ല പ്രവൃത്തി തീർച്ചയായിട്ടും അത് തികച്ചെടുക്കും. Verse 4 ആണല്ലേ? Okay, now let's just move on. Now when we look at verse 9, can you please read verse 9? Let me just see, I hope that's the right verse. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. So Paul is here praying for the Philippians. ഇവിടെ പൗലോസ് ഫിലിപ്പായി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. The church that was born out of much tribulation and much suffering. ആ സഭയുടെ തുടക്കം വലിയ
സമ്മർദ്ദങ്ങളും അല്ലെ പ്രയാസത്തിൽ കൂടി ഉളവായ ഒരു സഭയായിരുന്നു അവിടെ. But when he's praying for them, he's saying, I pray that your love may increase more and more and more. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സ്നേഹം അത് വർദ്ധിക്കുമാറാകട്ടെ. It is not just for himself that he has this desire that I want to know Christ, but he prays for the Philippians also and says, I pray that your love may increase, that you may know Jesus more and more. പൗലോസിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, പൗലോസ് ഫിലിപ്പിയർ ആ സ്ഥലത്തുള്ള വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സ്നേഹവും അത് വർദ്ധിക്കുമാറാകട്ടെ. And then when he comes to verse 21 of that chapter, പിന്നെ 1-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, can you read that please? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. That was the attitude of Paul. For me to live is Christ and to die is gain. പൗലോസിന്റെ മനോഭാവം എന്തുവായിരുന്നു? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. You see, he had this attitude that I just want to go and be with Jesus, because he had so much fallen in love with his Lord that he said, I just want to leave, I just want to go. I mean, he was not talking of suicide or anything, but his desire was just to be with the Lord. ഈ പൗലോസിന് യേശുവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും പോയി യേശുവിനെ അങ്ങ് കണ്ടാ മതി, യേശുവിൻ്റെ കൂടെ ചെന്നാ മതി എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി പറയുമല്ലായിരുന്നു, പക്ഷെങ്കിൽ എനിക്ക് ഈ ജീവിതം കഴിഞ്ഞിട്ട് യേശുവിനെ കണ്ടാ മതി എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. See, this is the heart of a man who's in love with the master, love with his savior. തൻ്റെ യജമാനനോടും തൻ്റെ രക്ഷിതാവിനോടും വളരെ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ മനോഭാവമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. While most of us in this world hope that we get one more year and some more time to live out our desires, here is the apostle saying, I just want to go and be with the Lord. നമ്മളിൽ മിക്കവാറും ആൾക്കാര് അയ്യോ ഒരു വർഷം കൂടെ കിട്ടിയാൽ കൊള്ളാം, ഇച്ചിരൂടെ ഒന്ന് ലോകത്തിലെ സന്തോഷിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ പൗലോസ് പറയുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ലോകം വിട്ട് എനിക്ക് യേശുവിനെ ചെന്ന് കാണും. And another thought that I want you to understand this passage that chapter 3 is chapter 2 verse 12 and 13. If you can read that please. 2-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വീണ്ടും മനസ്സിലാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. Now we need to understand this two things that Paul says here. God is at work in you, but you need to work out your salvation. ഇവിടെ പൗലോസ് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആദ്യത്തെ പോയിന്റ്. എന്നാൽ രണ്ടാമതായിട്ട് നിങ്ങൾ ആ പ്രവൃത്തി നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട്. Now to us it seems like contradiction. നമ്മളൊക്കെ ഇത് കാണുമ്പോൾ ഇത് ഒരു വിരോധാഭാസമായിട്ട് തോന്നും. No, it's not a contradiction. ഇല്ല, ഇതൊരു വിരോധാഭാസമല്ല. God is working in every one of our lives. ദൈവം നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. He wants to make us like Jesus. ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ യേശുവിനെ പോലെ ആയി തീരണം. But he does it when you work together with him. എന്നാൽ അത് നമ്മളും ദൈവത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആ കാര്യം ദൈവം ചെയ്യാൻ പോകുന്നത്. And so it is incumbent upon us, it is something we have to do, that we join with Christ and agree with him and allow for the Holy Spirit to do what the Father wants to do in us. അതുകൊണ്ട് നമ്മളെ പരിശുദ്ധാത്മാവിനോടൊപ്പം ചേർന്ന് പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ ചില പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമ്മളെ അനുവദിച്ചു കൊടുക്കണം. എന്നാലേ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് നമ്മളുടെ ഉള്ളിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. Because you are created, I was created for him. എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഞാനും സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടിയായിരുന്നു. The book of Colossians says very clearly all things have been created by him and for him. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാം അവനാലും അവന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടത്. That in all things he may come to have first place in everything.
അതങ്ങനെ നടന്നത് എല്ലാറ്റിലും അവന് പ്രഥമ സ്ഥാനം, ആ പ്രാധാന്യം ലഭിക്കണം. That's in Colossians chapter 1. ഇത് ഞാൻ കൊലോസ്യർ 1-ാം അധ്യായത്തിൽ നിന്നാണ് പറഞ്ഞത്. And so, Paul, these are truths that are there in the mind of Paul when he's talking about, I want to know him, I want to reach out, I want to do what God has started working in me. നമ്മൾ മനസ്സിലാക്കണം, ഈ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പൗലോസിന്റെ മനസ്സിലുണ്ട്. You see, God is working in me and I need to work with God. ദൈവം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു, എന്നാൽ എനിക്ക് ദൈവത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. As you begin to desire, as each one of us begin to desire, I want to know Jesus. നമ്മൾ ഓരോരുത്തരും യേശുവിനെ കൂടുതൽ അറിയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, When we seek him with all our heart, നമ്മളുടെ പൂർണ്ണ ഹൃദയത്തോടു കൂടി നമ്മൾ അവനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, then we will find him. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവനെ കാണുവാൻ സാധിക്കും. In Jeremiah 29, we have this very famous verse which all of us quote. You know, I know the plans I have for you. And we put that just that one verse, you know, on our walls. And we'll quote it. And we'll even tell to other people. നമ്മളിൽ പലരും യെരമ്യാവ് 29:11 എടുത്തു പറയാറുണ്ട്. എനിക്ക് നിനക്ക് വേണ്ടി ഒത്തിരി പ്ലാനുകളുണ്ട്, അത് ശുഭഭാവിക്ക് വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ ആ വാക്യമേ എടുത്തു പറയാറുള്ളൂ. First of all, we have to understand that that particular verse is specifically for the Jews, and he was talking about a particular situation where they were in exile, and God was telling them, I have a plan for you, I will bring you back. That is what the context of that plan, of that verse is. നമ്മൾ മനസ്സിലാക്കണം, ആ വാക്യം ദൈവം പ്രത്യേകമായിട്ട് പ്രവാസത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാണ്. ആ സമയത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ശുഭഭാവി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇതെടുത്ത് എല്ലാവരോടും ഒക്കെ അങ്ങ് എടുത്ത് പറയാറുണ്ട്. But after that verse, there is a verse, then you will seek me with all your heart, and you will find me when you seek me with all your heart. എന്നാൽ ഈ വാക്യം കഴിഞ്ഞിട്ട് വേറൊരു വാക്യം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. You see, there is always, God is calling his children to seek his face. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാനായിട്ടാണ് ദൈവം എല്ലായ്പ്പോഴും ആൾക്കാരെ ക്ഷണിക്കുന്നത്. He's calling out to every one of us hearing this message, me, both of us who are speaking, and those of you who are hearing, and those of you who may be listening to it on the web. ഈ ഒരു കാര്യം, ദൈവം വിളിക്കുന്ന കാര്യം, അത് നിങ്ങളെയും ഈ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളോടും ഇന്ന് യൂട്യൂബിൽ കാണുന്ന ആൾക്കാരും എല്ലാവരോടും ദൈവം പറയുവാണ്, ദൈവം വിളിക്കുകയാണ്. And when we yield ourselves to him totally without any reservations, as we yield more and more of ourselves to him, നമ്മളെ തന്നെ വ്യവസ്ഥയില്ലാതെ അവനെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മളിൽ തന്നെ കൂടുതൽ കൂടുതൽ അവനെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, he begins to change us to make us more like him. അപ്പോഴാണ് ദൈവം നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്, നമ്മൾ കൂടുതൽ കൂടുതൽ അവനെ പോലായിത്തീരുന്നത്. But when he changes us, we all don't become the same, because God is such an amazing God, and we cannot display all of God's glory in each one of us. So all of us may receive different gifting, different talents, different burdens. ദൈവം നമ്മളെ അവനെ പോലാക്കും എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയെ മൊത്തമായിട്ട് യേശുവിനെ പോലെ അങ്ങ് ആക്കാൻ പ്രയാസമാണ്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവനിൽ ബഹുവിധമായിട്ടുള്ള ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ ബഹുവിധമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയിൽ തന്നെ എല്ലാം കൂടെ അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പലർക്കും പല വരങ്ങൾ ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ പല പല ഫാസറ്റ്സ്, അല്ലെ ആംഗിൾ, പല പല കാര്യങ്ങൾ നമ്മളിൽ പ്രതിബിംബിക്കുന്നത്. Will the manifold wisdom of God be shown through any one particular entity? ഏതേലും ഓരോ വ്യക്തിയോ ഒരു സ്ഥാപനത്തിൽ കൂടി മാത്രം ദൈവത്തിന്റെ ബഹുവിധമായിട്ടുള്ള ജ്ഞാനം ദൈവം കാണിക്കുമോ? Yes. കാണിക്കും. But that's a church. കാണിക്കുമോ എന്ന് ചോദിച്ചാല് അത് സഭയിൽ കൂടിയാണ്. എഫേസ്യർ 3:10.
അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച് അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. So God will show his multitude, manifold, multifaceted wisdom, but that's not through individual people, all of it, but through all of us together, giving us all the giftings. God can show his manifold wisdom. ഏതെങ്കിലും അല്ലെ ആരെങ്കിലും ഒരു വ്യക്തിയിൽ കൂടി മാത്രമല്ല ദൈവത്തിന്റെ ബഹുവിധമായിട്ടുള്ള ജ്ഞാനം ദൈവം കാണിക്കാൻ പോകുന്നത്, മറിച്ച് ദൈവം സഭയിൽ കൂടിയാണ് അവന്റെ ബഹുവിധമായിട്ടുള്ള ജ്ഞാനം പ്രകടിപ്പിക്കാനായിട്ട് പോകും. So he gives giftings to different people just as he wills. What he gives to Sunil may not be to me. What he gives to me may not be to Vinod. What he gives to Vinod will not be to Nidhi. What he gives to Nidhi will not be to Shanti. Everyone will be different giftings, but all of us together will display the glory of Jesus. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി, അല്ലാതെ എനിക്കോ അല്ലെ ഇവിടെ മുമ്പിൽ നിൽക്കുന്ന സുനിലിനോ അല്ലെ വിനോദ് അല്ലെ നവമി അല്ലെ അവർക്ക് ആരെങ്കിലും സെയിം എല്ലാവർക്കും ഒരേ വരങ്ങളല്ല ലഭിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പല പല ആസ്പെക്ട്സ്, പല പല ഓരോ കാര്യങ്ങൾ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. I don't know why Nikki's children are being called different names. Now I've started calling her Nidhi. Okay. The amazing thing is that God will change us. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്താണ്? ദൈവം നമ്മളെ വ്യത്യാസപ്പെടുത്തും, നമ്മളെ രൂപാന്തരപ്പെടുത്തും. That is the will of God. അത് ദൈവത്തിന്റെ ഹിതമാണ്. You see, believe it. What you see in you, your weakness, your difficulties, the problems you have in you, God's plan is to change you. He wants to make you like his son Jesus. What an amazing thought. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, എന്നാൽ അതൊക്കെ ഉപയോഗിച്ച് ദൈവത്തിന്റെ പ്ലാൻ എന്താണ്? നിങ്ങളെ കൂടുതൽ യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കണം. You may even be frustrated at your difficulties and the fact that you get angry all the time, or you get upset, or you are weak, or you cannot do this, or you can limitations or problems. But if you yield yourself more and more to God and you say, Lord, I want to know you, and that's your heart cry, God will begin to change you day by day. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ചെറുതും വലുതുമായിട്ടുണ്ടായിരിക്കാം. ഇത് നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു അല്ലെ പ്രാർത്ഥിച്ചിട്ടും ഇത് ശരിയാകുന്നില്ല. നിങ്ങൾ പറയുന്നത് ഇത് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നത്? പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അവൻ നിങ്ങളെ കൂടുതൽ യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കും. And these changes are not external changes in terms of what we do outside. Because God, when he does a work in us, it is an internal work. ഈ വ്യത്യാസങ്ങളല്ലേ രൂപാന്തരം എന്ന് ഞാൻ പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള രൂപാന്തരത്തെ കുറിച്ചല്ല ഞാൻ പരാമർശിക്കുന്നത്, മറിച്ച് ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ രൂപാന്തരം. And that is why when people have come to their age of decision, forcing them to do external things, okay, come to church, you're going to be okay. I mean, that is not the type of change God is looking at. God is looking at internal change. അതുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കാൻ പ്രായമായി ആ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരെ തള്ളി വാടാ സഭയിലോട്ട് വാ ഇങ്ങനെല്ലാം പറഞ്ഞ് തള്ളി ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. Should people come to church? ആൾക്കാർ സഭയിലേക്ക് കടന്നു വരണോ? If there is an internal change, they will come. അവരുടെ ഉള്ളിലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ സഭയിൽ വരും. If they are being changed internally, they will want to read the scriptures. അവരുടെ ഉള്ളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് ദൈവവചനം വായിക്കാൻ ആഗ്രഹം വരും. Yes, coming to church may be necessary for them to hear the word of the Lord, because it's the entrance of the word that changes people. ശരിയാണ്, ചിലപ്പോൾ സഭയിൽ വന്നു കഴിഞ്ഞാലേ അവർക്ക് ദൈവവചനം കേൾക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ ദൈവവചനം കേട്ടിട്ട് അവർക്ക് ജീവിതത്തിൽ വ്യത്യാസം വരും. But we need to remember, God is not involved in external changes. He's always involved in change of the heart. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ പുറമേ ഒന്ന് പെയിന്റ് അടിക്കാനല്ല നോക്കുന്നത്, ഉള്ളിലെ ഒരു വ്യത്യാസം
നടത്തണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. As you begin to become more and more like Jesus, as you begin to love him more and more, നമ്മള് യേശുവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ കൂടുതൽ നമ്മൾ അവനെ പോലെ ആകുവാൻ തുടങ്ങുമ്പോൾ people will notice you are totally different from the rest of all of us. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും, ഇദ്ദേഹം ഇച്ചിരി ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ. In church history, we come across people who so loved God, who were so given and yielded to him. നമ്മൾ സഭാചരിത്രം പഠിക്കുമ്പോൾ ചില ആൾക്കാരെ നമ്മൾ കാണും, അവർ വളരെ ദൈവത്തിനെ സമർപ്പിച്ച് ഉള്ള ജീവിതങ്ങളാണ് ജീവിച്ചത്, അല്ലെ അവർ ബാക്കിയുള്ളവരെ കാട്ടി വളരെ വ്യത്യസ്തമായിരുന്നു. I would tell maybe two names here. ഞാനിവിടെ രണ്ട് പേരെ എടുത്തു പറയാം. I've got a few more names in my notes, but I'm telling two names of one from Kerala, one from the rest of India. അതിനകത്ത് ഒരാൾ കേരളത്തിൽ നിന്നും ഒരാൾ കേരളത്തിന്റെ പുറത്തു നിന്നും ഉള്ള ഒരു എന്നാൽ ഭാരതത്തിൽ നിന്നുള്ള ഒരാളാണ്. A very famous Christian person in the Church of Jesus Christ in India was a man called Sadhu Sundar Singh. നമ്മുടെ ഭാരതത്തിലെ സഭയിലെ വളരെ അറിയപ്പെടുന്ന ഒരാള് ആണ് സാധു സുന്ദർ സിംഗ്. An amazing man of God. അദ്ദേഹം വളരെ നല്ലൊരു ദൈവ മനുഷ്യനായിരുന്നു. His biography is in the library. Please take and read it if you don't already know about him. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ലൈബ്രറിയിൽ ഉണ്ട്. നിങ്ങളെ അദ്ദേഹത്തെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ ആ പുസ്തകമൊക്കെ എടുത്ത് വായിക്കണം. I mean, a man who so loved Jesus, who is willing to do things that, I mean, most people today will say is dangerous. അദ്ദേഹം യേശുവിനെ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ ഇന്ന് ആരെങ്കിലും ചെയ്യാൻ നോക്കിയാൽ ആൾക്കാർ പറയും, അയ്യോ അങ്ങനെ ചെയ്യരുത്, അത് വലിയ അപകടമുള്ള കാര്യമാണ്. I mean, at one time he walked across the Himalayas without any even footwear to share the gospel with the Tibetans. I mean, you can't even think about it. ഒരു സമയത്ത് ടിബറ്റിലെ ആൾക്കാരോട് സുവിശേഷം പറയാനായിട്ട് ചെരുപ്പ് പോലും ഇല്ലാതെ ഹിമാലയ പർവ്വതം അദ്ദേഹം ക്രോസ് ചെയ്തു. And that is, documented by a biography of his, which the title is "The Man with the Bleeding Feet." അപ്പം ആ ഒരു കാര്യം ഈ രക്തം ഒഴുകുന്ന അല്ലെ കാൽപാതകൾ എന്ന് അങ്ങനെ പേരുള്ള ഒരു പുസ്തകം വരെ അദ്ദേഹത്തെ കുറിച്ച് അത് എഴുതിയിട്ടുണ്ട്. Today people will say you're mad, you're dying, you will die. ഇന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ നോക്കിയാൽ പറയും, നിനക്ക് വട്ടാണോ, ഇങ്ങനെ ചെയ്താൽ നീ ചത്തുപോകും. And we don't know whether he really died like that because we don't know how he died. No one knows. And many people say on one of his many trips to Tibet he could have frozen to death. We don't know. ഈ സാധു സുന്ദർ സിംഗ് അവസാനം എങ്ങനെയാ മരിച്ചതെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. ഒരുപക്ഷെ ഇങ്ങനത്തെ ദൈവത്തിലേക്ക് പല പ്രാവശ്യം പോയ കൂട്ടത്തിൽ ചിലപ്പോൾ ഇങ്ങനെ തണുത്ത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അങ്ങ് മരിച്ചു പോയത്. Yes, historians say that. ചരിത്രകാരന്മാർ അങ്ങനെയും പറയുന്നുണ്ട്. But he loved Jesus so much. പക്ഷെ അദ്ദേഹം യേശുവിനെ വളരെയധികം സ്നേഹിച്ചു. Another person who lived in Kerala is a man called Sadhu Kochunjubdeshi. അങ്ങനെ വേറൊരു വ്യക്തി കേരളത്തിൽ ജീവിച്ച ഒരാളാണ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. He would lock himself up in his, in some room in his house, just spending time with the Lord. And out of those experiences will come songs and, writings that he would write. അദ്ദേഹം ചിലപ്പം കുറേ സമയം ഒരു മുറിക്കകത്ത് അടച്ചിട്ട് ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കും സമയം. അങ്ങനെയുള്ള സമയങ്ങളിൽ നിന്നുള്ളവായ പല പാട്ടുകളെ നമ്മൾ ഇന്നും പാടാറുണ്ട്. But what I want to mention is, we call such people mystics. അപ്പം ഇങ്ങനെയുള്ള ചില സാധു സുന്ദർ സിംഗ്, സാധു കൊച്ചുകുഞ്ഞു ഉപദേശി, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സാധു എന്ന് വിളിക്കും, അല്ലെ യോഗി, അങ്ങനെ ചില വേർഡ് ഉപയോഗിക്കും. Why do we do that? നമ്മൾ ഇതിനെ അവരെ ഇങ്ങനെ പ്രത്യേകം ഇങ്ങനത്തെ പേരെടുത്ത് പറയുന്നത്? We are almost saying that they are a special breed, not like us. That's a different group. We cannot be like that. അങ്ങനെ എടുത്ത് ഇവരെ മാത്രം സാധു ഇങ്ങനെ അല്ലെ വേറെ ചില പേരുകൾ എടുത്ത് പറയുന്നതിന്റെ കാരണം നമ്മൾ പറയുന്നത് ഇവരൊരു പ്രത്യേക ഗ്രൂപ്പ് ആൾക്കാരാണ്, നമ്മൾ സാധാരണക്കാരൊന്നും ആ ഗ്രൂപ്പിലോ അതുപോലെ ആകാൻ ഒരിക്കലും പറ്റത്തില്ല. What are we saying? നമ്മൾ എന്താണ് പറഞ്ഞു വരുന്നത്? This type of a living is not practical for all of us. അയ്യോ, ഇങ്ങനത്തെ ഒരു ജീവിതം നമ്മൾക്ക് ആർക്കും പ്രായോഗികമായിട്ടുള്ള ജീവിതമല്ല. Why? എന്തുകൊണ്ട്? Because we are not willing to pay the cost that they paid. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവര് കൊടുത്ത ആ വില നമുക്ക് ആർക്കും കൊടുക്കാൻ വയ്യ.
So we put them on shelf and put a garland and keep them there. അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ അങ്ങ് പൊക്കി അവരെ എവിടെയെങ്കിലും അങ്ങ് വെച്ചാൽ നിങ്ങൾ അവിടെ ഇരുന്നോ, നിങ്ങൾ സ്പെഷ്യൽ ആൾക്കാരാണ്, നിങ്ങളെ ഞങ്ങളെ മാലയൊക്കെ ഇടിക്കാം. You see, through church history, we've called such people saints. സഭാ ചരിത്രത്തിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ചില ആൾക്കാരെ പിടിച്ച് നമ്മളെ വിശുദ്ധന്മാര് എന്നുള്ളൊരു കാറ്റഗറിയിലാക്കി വെക്കും. But in the scripture, we are all called saints. എന്നാൽ തിരുവെഴുത്തിൽ പ്രിയമുള്ളവരെ നമ്മളെ എല്ലാവരെയും വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. You are all called to live like that. നമ്മളെ എല്ലാവരെയും ദൈവം വിളിക്കുന്നത് വിശുദ്ധന്മാരായിട്ട് ജീവിക്കാനായിട്ടാണ്. But we have, through the years, we have had a explanation of Christianity which actually makes Christian life a very comfortable and cushy life. എന്നാൽ കാലങ്ങള് മുന്നോട്ട് പോകുന്തോറും ക്രിസ്തീയ ജീവിതത്തെ ഒരു പുതിയ രീതിയിൽ നിർവചിച്ചതുകൊണ്ട് ക്രിസ്തീയ ജീവിതം വളരെ കൂളായിട്ടുള്ള ഒരു ജീവിതമാണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു മനസ്സിലാക്കൽ സഭയിലേക്ക് കടന്നു A വന്നിരിക്കുകയാണ്. gospel that caters to the whims and fancies of all our pleasures. നമ്മളുടെ ഇഷ്ടങ്ങള്, നമ്മളുടെ മോഹങ്ങള്, അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ആ ഒരു രീതി സഭയില് ഇന്ന് നമ്മളെ Is പ്രോത്സാഹിപ്പിച്ചു. this the way Christ is pictured in the Gospels? എന്നാൽ ആ രീതിയിലാണോ സുവിശേഷങ്ങളില് ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്? No, absolutely not. ഒരിക്കലുമല്ല. And this is the Christ that Paul yearns to become like. ആ ക്രിസ്തുവിനെ പോലാണ് പൗലോസ് ആകുവാൻ ആഗ്രഹിക്കുന്നത്. Sister Anita, chapter 3, verse 12 to 16. 12 മുതൽ 16 വരെ ഒന്ന് വായിച്ചാട്ടെ. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. Pressing on, not giving up, is part of all our lives. സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകുന്നു, ഒട്ടും വിട്ടുകൊടുക്കാതെ നമ്മൾ മുന്നോട്ട് ലാക്കിലേക്ക് ഓടുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളായി തീരേണ്ടത്. In practical life, many of us are like that. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണ്. For example, when mothers have little children, and the children are, such a bother and, such a pain, and we don't say, oh, they're causing me a lot of problems, I'll just throw them out in the river or throw them out in the street, let them take care of themselves. ഈ കൊച്ചു പിള്ളേരെ അവരെ ജനിച്ചു കഴിഞ്ഞേ ചില പിള്ളേർ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, അങ്ങ് വലിയ പ്രശ്നം ഉണ്ടാകും. അപ്പം അമ്മമാർ കുറച്ചൊക്കെ അവരെ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അവരെ വലിയ പ്രശ്നം ഉണ്ടാക്കുവാന്നേ അമ്മമാർ ഒരിക്കലും പറയത്തില്ല, എന്നാൽ ഈ കുട്ടിയെ എടുത്ത് തോട്ടിലേക്ക് കളഞ്ഞേക്കാം. No, ഒരിക്കലുമില്ല. we work, we press on. അവര് കഷ്ടപ്പെടും, അവര് സ്ഥിരതയോടുകൂടി സഹിഷ്ണുതയോടുകൂടി മുന്നോട്ട് പോകും. In the life of parents, it is a matter of great sacrifice and great caring and laying down of their lives that they do to bring up their children and to take care of them. And in fact, most parents work and even think of jobs and all for the sake of children. നമ്മള് നോക്കുവാണെങ്കിൽ മാതാപിതാക്കൾ അവരുടെ കുട്ടികൾ ഇങ്ങനെ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു കൊച്ചിലെ, അപ്പോൾ അതിനുവേണ്ടി അവർ ത്യാഗപരമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. ചിലരൊക്കെ ഇതിനു വേണ്ടി ചിലപ്പോൾ അവരുടെ സ്വന്തം ജോലിയെ വരെ വിടുന്നു, അല്ലെ ആ രീതിയിലുള്ള കുട്ടികളെ സഹായിക്കാവുന്ന രീതിയിലുള്ള ജോലികളൊക്കെ തിരഞ്ഞെടുക്കുന്നു. It's because we want to press on to be faithful to what we are called to do. അതെന്താണെന്ന് വെച്ചാല് ദൈവം അവരെ ആ കുട്ടികളെ വളർത്തുവാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി അവരെ സ്ഥിരതയോടുകൂടി സഹിഷ്ണുതയോടുകൂടി അവരെ മുന്നോട്ട് പോകുന്നു. Everyone who is good in studies, who is excelled in anything, also
has pressed on, and the success they get at the end is a result of their not giving up but pressing on. ഈ പഠനത്തിൽ ആർക്കെങ്കിലും വിജയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മൾ കാണുന്നത് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ, എതിർപ്പുകളും അല്ലെ ഒക്കെ ഉണ്ടെങ്കിലും വളരെ സഹിഷ്ണുതയോടുകൂടിയും സ്ഥിരതയോടുകൂടിയും മുന്നോട്ട് പോയാലേ അവർക്ക് പഠനത്തിൽ ജയം ലഭിക്കത്തുള്ളൂ. In sports and athletics is the same thing. I mean, you need to really apply yourself and practice, and after years of real hard work, you succeed in something. അതേപോലെ തന്നെ കായിക ലോകത്തിലും അത്ലറ്റിക്സിലും ഒക്കെ വർഷങ്ങളെ സ്ഥിരതയോടുകൂടി സഹിഷ്ണുതയോടുകൂടി മുന്നോട്ട് പോയാലേ വിജയം പ്രാപിക്കത്തുള്ളൂ. If you want to start a new business, you still have to do the same thing. It is hours of hard work, or continuing a business. You can ask Brother Kumar here. They get up early morning and they, grind the stuff, and Brother Ajayan and all, those who are doing food business. You can see it's not easy. It's hard work, but that hard work translates into success. അതേപോലെ നമ്മൾ ബിസിനസ് ലോകത്തിൽ നോക്കുകയാണെങ്കിലും വളരെയധികം കഷ്ടപ്പാടുകളുണ്ട്. ഇവിടെ നമ്മുടെ ഇടയിൽ തന്നെ കുമാർ ബ്രദർ, അജയൻ ബ്രദർ, അവരൊക്കെ വളരെ നേരത്തെ എഴുന്നേറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് അവരുടെ ബിസിനസ്സിൽ അവർക്ക് വിജയം ലഭിക്കുന്നത്. If you want to learn a new habit, it takes years of, months of hard work and working over and over and over again till that becomes a habit. അതേപോലെ നമുക്ക് ഒരു പുതിയ ശീലം നമുക്ക് പഠിച്ചെടുക്കണമെങ്കിൽ മണിക്കൂറുകൾ ദിവസം തോറും അത് ചെയ്തുകൊണ്ടിരുന്നാലേ ഒരു കാര്യം നമ്മുടെ ഒരു ശീലമായി തീരത്തുള്ളൂ. Now in verse 12, the apostle says, I take hold of that for which, not that I'm, in verse 12 it says, he wants to take hold of that for which Jesus took hold of me. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തു എന്നെ എന്തിനു വേണ്ടി വിളിച്ചോ അല്ലെ പിടിച്ചോ അതിലേക്ക് ഞാൻ കടന്ന് പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And then in verse 14 it says, I press on for the goal of the prize of the upward call in Christ Jesus. ക്രിസ്തു യേശുവിലുള്ള ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് ഇവിടെ പൗലോസ് പറയുന്നു. So there are two times in this passage Paul talks about pressing on to take hold of something. അതുകൊണ്ട് ചില കാര്യങ്ങളെ എത്തിപ്പിടിക്കുവാനായിട്ട് സ്ഥിരതയോടുകൂടി സഹിഷ്ണുതയോടുകൂടി ലാക്കിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ഇവിടെ പൗലോസ് പറയുന്നു. 13ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, 14 കൂടെ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. Okay. So here there are 4 points. I was going through a particular book by Martin Lloyd-Jones, his commentary on Philippians, and I found 4 points here. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് എന്ന് പറയുന്ന വളരെ അറിയപ്പെടുന്ന ദേവദാസൻ, അദ്ദേഹം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 4 പോയിന്റുകൾ ഇത് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. Paul does self-examination here. ഇവിടെ പൗലോസിനെ സ്വയം പരിശോധന ഇവിടെ നടത്തുന്നു. We need to do that because the scripture also asks us constantly, test whether you are in the faith, test whether you are walking in the right way. തിരുവെഴുത്തിലും നമ്മളോട് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ തുടരുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. അതുകൊണ്ട് ഇവിടെ സ്വയം ശോധന നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ. Paul looks at his own life and says, no, I don't think I've reached there. He has a very realistic understanding of where he is. അപ്പം പൗലോസിന്റെ ജീവിതത്തിലേക്ക് ശോധന ചെയ്ത് നോക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ അവിടെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. But the second point is he is all concentration. പക്ഷേ രണ്ടാമത്തെ പോയിന്റ്, ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധ അവിടെ കൊടുക്കുന്നു. Paul says, one thing I do. പൗലോസ് പറയുന്നത്, ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. One thing I do. ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. I have a passion, I have a mission, and I am not going to be
deviated from this by anything else. എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഇനി അതിൽ നിന്ന് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ പ്ലാൻ ചെയ്യുന്നില്ല. We all need to have this singleness of mind and determination. If you believe God has called you to certain things and you want to reach there, you got to have this determination. I am going on. I'm going to concentrate on the things God has called me for. നമ്മൾ എല്ലാവർക്കും ഈ ഒരു മനോഭാവമാണ് വേണ്ടത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മളെ ഏകാഗ്രതയോടുകൂടി ആ ഒരു ഏക കാര്യത്തെ ലക്ഷ്യമാക്കി അതിലേക്ക് മാത്രം പോകേണ്ട ആൾക്കാരാണ് നമ്മൾ. Number 1, self-examination. ഒന്നാമതായിട്ട് സ്വയം ശോധന. Secondly, concentration. രണ്ടാമതായിട്ട് ഏകാഗ്രത. Thirdly, forgetting the things that are behind. മൂന്നാമതായിട്ട് പിൻപിലുള്ളത് മറക്കണം. Some of these may be very useful. ഈ പിൻപിലുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ ചിലപ്പോൾ പ്രയോജനമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. But like Paul said at the beginning of the chapter, I count them as refuse. പക്ഷേ പൗലോസ് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അതിനെ ചവറായിട്ട് കണക്കാക്കുന്നു. And then Paul says, number 4, keeping my eyes on that goal. നാലാമതായിട്ട് പൗലോസ് ആ ലക്ഷ്യത്തിലേക്ക് ഉന്നം വെച്ച് അതിലേക്ക് മാത്രം നോക്കി മുന്നോട്ട് പോകുന്നു. When Jesus was at the end of his life, യേശുവിന്റെ ജീവിതത്തിന്റെ അവസാനത്തിലെ ഭാഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ it says that he kept his eyes towards Jerusalem as a flint, and he was not willing to be deviated even by his brothers or disciples or anyone telling him it's dangerous to go there. യേശുവിന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് വന്നപ്പോൾ യേശു യെരുശലേമിലേക്ക് ദൃഷ്ടി വെച്ച് ഇനിയിപ്പം വേറെ ആരും എന്തോ പറഞ്ഞാലും അതിൽ നിന്ന് ഒരു മാറ്റമില്ല എന്നുള്ള രീതിയിലായിരുന്നു യേശു അന്ന് മുന്നോട്ട് പോയത്. Have you come to this place where you are single-mindedly decided that the will of God is what you will hold on to and you will pursue? ദൈവത്തിന്റെ ഹിതം മാത്രമേ ഞാൻ അതിൻ്റെ പിന്നിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? Paul said, I will press on to take hold of that. പൗലോസ് പറഞ്ഞു, ആ ഒരു കാര്യത്തെ എത്തിപ്പിടിക്കുവാൻ വേണ്ടി ആണ് ഞാൻ മുന്നോട്ട് ഓടുന്നത്. What is that thing? ഏത് കാര്യമാണ്? That's what he mentioned that we looked at the first message. I want to know Christ, the power of his resurrection, the fellowship of his suffering, being confirmed to his death, that I will also walk in the hope of his resurrection. ആ ഒരു കാര്യം എന്തിൻ്റെ പുറകെയായിരുന്നു ഈ പൗലോസ് പോയത്? എനിക്ക് ക്രിസ്തുവിനെ അറിയണം, എൻ്റെ പുനരുത്ഥാന ശക്തി അറിയണം, അവൻ്റെ കഷ്ടതയുടെ കൂട്ടായ്മയുടെ പങ്കാളിയാകണം, എനിക്ക് അങ്ങനെ അവൻ്റെ മരണത്തിന് അനുരൂപരാകണം, അങ്ങനെ പുനരുത്ഥാനം ഒരു ഭാഗവാക്കാകണം. I was sitting and thinking, is there an example I could give to explain this, in a picturesque form? അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു, ഈ കാര്യങ്ങളെയൊക്കെ ഒരു ചിത്ര രൂപത്തിൽ നിങ്ങളോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? And for me also it was helpful. The picture was a man wanting to climb to the top of Everest. അപ്പം അതിൻ്റെ ആ ചിത്രം എനിക്ക് കിട്ടിയത് ഒരു എവറസ്റ്റ് പർവ്വതത്തിൻ്റെ മേളിൽ കയറുന്ന ഒരു മനുഷ്യൻ കയറാൻ ആഗ്രഹിക്കുന്നു. It doesn't happen overnight. അത് ഒരു ഒറ്റ രാത്രി കൊണ്ട് എവറസ്റ്റ് കയറുന്ന പരിപാടി ഒന്നും നടക്കത്തില്ല. If you try that, without any preparation, you'll die. അങ്ങനെ ഒരുക്കൊന്നും ഇല്ലാതെ പോകാൻ തുടങ്ങിയാൽ നിങ്ങൾ മരിച്ചു പോകും. By the way, yesterday, some Nepali climbers climbed Everest from one side, not Everest, K2 mountain, which is the second highest mountain, for the first time from a particular angle. ഇന്നലെ വാർത്തയിലുണ്ടായിരുന്നു, ചില നേപ്പാളിൽ ഇങ്ങനെ പർവ്വതങ്ങൾ അതിൽ കയറുന്ന ആൾക്കാർ K2, അതായത് എവറസ്റ്റ് അല്ല, എവറസ്റ്റിൻ്റെ അത്രയും നീളമില്ല, എന്നാൽ അതിൻ്റെ സെക്കൻഡ് അത്രയും നീളമുള്ള K2 പർവ്വതത്തിൽ സാധാരണ ആൾക്കാർ കയറുന്ന വഴി കൂടെ അല്ല, വേറൊരു വഴി കൂടെ ആദ്യമായിട്ട് 1-2 പേര് കയറിയെന്ന്. But how do they get there? എങ്ങനെയാണ് ഈ ആൾക്കാരൊക്കെ ഈ പർവ്വതങ്ങളിൽ കയറുന്നത്? First of all, you got to plan. ഒന്നാമതായിട്ട് പ്ലാൻ ചെയ്യണം. Lot of preparation. ഒത്തിരി ഒരുക്കങ്ങളുണ്ട്. You got to condition your body.
ശരീരം അതിനു വേണ്ടി അതിനോട് ഒന്ന് ചേർന്ന് പോകാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണം. Because out there you don't have much oxygen. ഈ മേളിലോട്ട് കയറുന്തോറും അവിടെ ഓക്സിജൻ അത്രയും ഇല്ല. You got to strengthen your muscles, and for months and some people years they will condition their muscles and do other climbing so that they can go to Everest. അതുകൊണ്ട് നമ്മുടെ ശരീരം ഈ ഓക്സിജൻ കുറവുള്ള സ്ഥാനത്ത് പ്രവർത്തിച്ചു വരണമെങ്കിൽ അതിനു വേണ്ടി പല കാര്യങ്ങൾ നേരത്തെ അതിന് ഒരുക്കം വേണം. അതിനു വേണ്ടി പല വ്യായാമങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. You go into extremities of climate so that your body will adjust to that cold climate, sub-zero freezing temperatures. അങ്ങനെ ശൂന്യത്തിലും താഴെ ഡിഗ്രി ടെമ്പറേച്ചർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ശരീരം അതിനോടൊത്ത് പോകണമെങ്കിൽ നേരത്തെ നമ്മൾ അതിനെ ശീലിപ്പിക്കണം. Stretching of our bodies to limits of its endurance in strength and workload and everything. നമ്മുടെ ശരീരം ഇങ്ങനെ വളരെ അധികം വളരെ എക്സ്ട്രീമായിട്ടുള്ള സാഹചര്യത്തിൽ കൊണ്ടുപോയി അങ്ങനെ ഒരു ഒരുക്കം അതിൽ വരേണ്ടതായിട്ടുണ്ട്. Work with other people because you need a whole bunch of people to work with. No one can go and climb Everest on your own. It is a whole teamwork and lot of work involved. അവിടെ ഈ എവറസ്റ്റിലൊക്കെ തന്നെയല്ല അങ്ങ് കയറി പോകുന്നത്, ഒരു ടീമായിട്ട് ഒരു കൂട്ടമായിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി ബാക്കിയുള്ളവരുമായിട്ട് സഹകരിച്ച് എങ്ങനെ ഈ പർവ്വതം കയറാമെന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. And after years and years of hard work you at last reach the peak. വർഷങ്ങൾ ഇങ്ങനെ കഠിന പ്രയത്നം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ അവസാനം ഇങ്ങനെ എവറസ്റ്റ് ഒക്കെ കയറാൻ സാധിക്കുന്നത്. You see, when we are absolutely determined and willing to endure the struggles and all the problems, maybe over a period of time we will accomplish that for which that climb of that mountain. അങ്ങനെ ഈ ഒരു കാര്യം ലക്ഷ്യമിട്ട് വർഷങ്ങളെ പ്രയത്നം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ഒരുപക്ഷെ നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്താൻ സാധ്യതയുണ്ട്. Now in chapter 3 Paul says something interesting. ഈ 3-ാം അധ്യായത്തിലെ പൗലോസ് നല്ല ഒരു കാര്യം പറയുന്നു. We looked at this last week. ഈ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. 18 മുതൽ 21 വരെ വായിച്ചാട്ടെ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. Here Paul says something very serious. ഇവിടെ പൗലോസ് വളരെ ഗൗരവമേറിയ ചില കാര്യം പറയുന്നു. If you do not count everything as rubbish, നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തെന്ന് എണ്ണുന്നില്ല എങ്കിൽ, if you hold on to things of this world, നിങ്ങൾ ഈ ലോകത്തിന്റെ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, if the desires of the world and the appetites of the world is what your longing is, and if that is what you serve, ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ചില വ്യക്തിപരമായിട്ടുള്ള ആ വിശപ്പും ദാഹവും അങ്ങനത്തെ ചില കാര്യങ്ങളിൽ നിങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, then that eventually becomes your God. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ അതാണ് നിങ്ങളുടെ ദൈവം. But we who belong to God, പക്ഷേ നമ്മൾ ദൈവത്തിന്റെ ആൾക്കാരാണ്. our citizenship is in heaven. നമ്മളോ ഈ സ്വർഗത്തിന്റെ പൗരന്മാരാണ്. But if you forget that your citizenship is in heaven, പക്ഷെങ്കിൽ നമ്മൾ സ്വർഗത്തിന്റെ പൗരന്മാരാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു കളഞ്ഞെങ്കിൽ, then our eyes will always be on the world. അങ്ങനെ മറന്നു കളഞ്ഞെങ്കിൽ നമ്മളുടെ ശ്രദ്ധ കാഴ്ച അതെല്ലാം ഈ ലോകത്തിന്റെ കാര്യത്തിലായിരിക്കും. And we will be people of this world just like anyone else who doesn't know Jesus. അപ്പം നമ്മളും പിന്നെ ഈ ലോകത്തിലെ ഉള്ള ആൾക്കാർക്ക് യേശുവിനെ അറിയത്തില്ല, നമ്മളും ഏകദേശം അതേപോലെയുള്ള ആൾക്കാരായി തീരും. You see, sometimes people have this accusation. ചില ആൾക്കാർക്ക്
ക്രിസ്ത്യാനികളുടെ എതിരെ ഒരു കുറ്റം പറയാനായിട്ടുണ്ട്. If you are so useful, you are so otherworldly that you are useless in this world. അപ്പൊ അങ്ങനെ ഒരു ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്. അതായത് നിങ്ങൾ ഈ മറ്റേ ലോകത്തിലെ അല്ല സ്വർഗത്തിലോട്ട് ഉള്ള കാര്യത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉപയോഗശൂന്യരാണ്. But church history teaches us differently. Church history teaches. എന്നാൽ സഭാചരിത്രം വേറൊരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. If you so love Jesus, നിങ്ങൾ യേശുവിനെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ then you will be so delivered to be able to love people in the world much more than someone who loves things of the world. അപ്പം ഈ കുറ്റം ആൾക്കാർ ഇതാ പറയുന്നത്, ഓ നിങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെല്ലാം സ്വർഗത്തിൻ്റെ കാര്യങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധ വെക്കുന്നത്. പക്ഷേ യഥാർത്ഥമായിട്ടും ചരിത്രത്തിൽ നോക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കാര്യങ്ങളല്ലേ ആ ഉയരത്തിലുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് യഥാർത്ഥമായിട്ടും ഈ ലോകത്തിലെ ഏറ്റവും ഉപയോഗപ്രദമായി ഇരിക്കുന്ന ആൾക്കാരില്ലേ. I told you about Sadhu Sundar Singh. He so loved God that he was willing to do things for the Tibetans and to share the gospel and to love them, that he did things that normal people wouldn't even think of doing. ഞാനിപ്പം കുറച്ചു നേരം മുമ്പ് സാധു സുന്ദർ സിംഗിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം ദൈവം മതി എന്നും പറഞ്ഞ് നടന്ന ഒരാളാണ്. എന്നാൽ അദ്ദേഹത്തിൽ കൂടിയാണ് തിബത്തിലെ ആൾക്കാർക്ക് വളരെയധികം സഹായം ലഭിച്ചത്. സാധാരണ ആൾക്കാർക്കുടെ മനസ്സിൽ പോലും പോകാതിരിക്കുന്ന രീതിയിൽ അദ്ദേഹം തിബത്തിലെ ആൾക്കാരെ സഹായിച്ചു. I told you about Sadhu Vachunyudeshi. ഞാൻ നിങ്ങളോട് സാധു ഉപദേശിയെ പറ്റി പറഞ്ഞു. A man who loved Jesus much more than most of us do. അദ്ദേഹം നമ്മളിൽ പലരും യേശുവിനെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലൊക്കെ കൂടുതൽ സ്നേഹിച്ചു യേശുവിനെ. But when the cholera epidemic hit southern Travancore, and even the doctors were not able to go because it was spreading so badly in that area. അപ്പം അദ്ദേഹം ജീവിച്ച കാലത്ത് തിരുവിതാംകൂറിലെ തെക്കേ ഭാഗത്ത് കോളറയുടെ മഹാമാരി വന്നു. സാധാരണ അന്നത്തെ ഡോക്ടേഴ്സ് പോലും ഈ മഹാമാരി വന്നപ്പോൾ അങ്ങനത്തെ സ്ഥാനത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ചില്ലായിരുന്നു. But you know who went and ministered there? പക്ഷേ നിങ്ങൾക്കറിയാമോ, അന്ന് ആ കോളറയുടെ മഹാമാരി വന്നപ്പോൾ അവരുടെ ഇടയിൽ പോയി ആരായിരുന്നു സേവിച്ചതെന്ന്? Sadhu Sundar Singh, Sadhu Vachunyudeshi and his team of evangelists, സേവകന്മാരും സേവനിമാരും. അന്ന് സാധു ഉദ്ദേശിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും. You see, they were the ones who went and buried those who died with cholera and delivered the children who were left there without parents. And I know some of them, as I was growing up, I knew some of them who were saved from there. അപ്പോൾ അന്ന് ഈ കോളറ വന്ന് പല ആൾക്കാർ മരിക്കുമ്പോഴേ അവരെ കുഴിച്ചിടാൻ പോലും ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ ഇവരൊക്കെയായിരുന്നു അവരെ കുഴിച്ചിടുന്നതും. ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അവരുടെ കൊച്ചു കുട്ടികളെയൊക്കെ എടുത്ത് വളർത്തുകയും അങ്ങനെയുള്ള വളർത്തിയ ചില ആൾക്കാരെ പാസ്റ്റർ ജെഫിക്ക് പേഴ്സണലായിട്ട് അറിയുകയും ചെയ്യാം. You see, if you are so in love with Jesus, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ യേശുവിനെ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ then the love of Jesus will flow through you to love others like Jesus loved. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം അകത്ത് തന്നെ ഇരിക്കത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം ബാക്കിയുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഇറങ്ങും. You will do the impossible because it is not your strength, it's the love of God that will flow out of you. അങ്ങനെയാവുമ്പോൾ അസാധ്യം എന്ന് കരുതുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ശക്തിയല്ല, അത് ദൈവത്തിന്റെ ശക്തിയായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നത്. The things of this world become inconsequential to you because you begin to see everything from a heavenly perspective. ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യവും സ്വർഗീയ കാഴ്ചപ്പാട് വെച്ചായിരിക്കും. Because you are eagerly waiting for him to come. എന്താണെന്ന് വെച്ചാൽ ആ വരുവാനുള്ള യേശുവിനെ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. You don't pay much attention to things of this world. You know the real thing is what is waiting for you in heaven. നിങ്ങൾ ഈ ലോകത്തിന്റെ കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ടും സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ അതിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. You don't become irrelevant to the world. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലോകത്തിലെ ഒരു ഉപയോഗമില്ലാത്ത ആൾക്കാരായി തീരത്തില്ല. But you become released to do all that you need to do in the world. യഥാർത്ഥമായിട്ടും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ദൈവം നിങ്ങളെ വിടുവിക്കും. ഈ ലോകത്തിന്റെ കാര്യത്തിൽ നിന്ന് വിടുവിക്കുന്നത് കൊണ്ട്
യഥാർത്ഥമായിട്ട് മറ്റുള്ളവരെ സേവിക്കുവാനായിട്ട് നിങ്ങൾ സ്വതന്ത്രരാവും. You become more useful and willing to serve others with a greater generosity because the love of God captures you and the love of God propels you to do the things you need to do. നിങ്ങളെ യഥാർത്ഥമായിട്ടും കൂടുതൽ ഉദാര മനസ്സോടുകൂടി ഹൃദയത്തോടുകൂടി ബാക്കിയുള്ളവരെ സേവിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയാകും. So let us press on to know the Lord. അതുകൊണ്ട് നമ്മൾക്ക് ഈ കർത്താവിനെ അറിയാൻ വേണ്ടി മുന്നോട്ട് ഓടാം. As you begin to know the Lord in a greater measure, നിങ്ങൾ കർത്താവിനെ കൂടുതൽ അറിയാൻ തുടങ്ങുമ്പോൾ, as you begin to understand His great love for you, അവൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ, you will begin to be changed to become like Him in areas where you would open up your lives to Him, and the Spirit of the Lord will come and work in you to make Him more like His Son. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളെ കൂടുതൽ കൂടുതൽ യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കും. And as you begin to be changed, you will begin to realize all the bondages that are on you will begin to fall away because the work of God delivers you from human limitations. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ഉള്ളിൽ നടക്കാൻ തുടങ്ങും. നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാൻ തുടങ്ങും. Because you have begun to walk as God desires you to walk. അതങ്ങനെ നടക്കുന്നത് ദൈവം നിങ്ങളെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ നടക്കാൻ ആരംഭിക്കുന്നു. Let us seek the Lord. വരുവിൻ, നമുക്ക് കർത്താവിനെ അന്വേഷിക്കാം.